കേരളത്തിന് ഇന്നേ വരെ പരിചിതമില്ലാത്ത രീതിയിലുള്ള ഒരു കൊലപാതകം. സ്നേഹത്തിൽ വിഷം ചേർത്ത് ഷാരോൺ രാജ് എന്ന 23-കാരൻ്റെ ജീവനെടുത്ത ഗ്രീഷ്മ അതിനായി ഒരുക്കിയത് സസ്പെൻസ് ത്രില്ലറുകളെപ്പോലും വെല്ലുന്ന തിരക്കഥയായിരുന്നു. ഒടുവിൽ തൂക്കുകയർ വിധിക്കപ്പെട്ടിട്ടും ഗ്രീഷ്മയ്ക്ക് തെല്ലും കുലുക്കമില്ലെന്നാണ് തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിൽ നിന്ന് പുറത്തുവരുന്ന വിവരം. മേൽക്കോടതി വധശിക്ഷ ഇളവ് ചെയ്യുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഈ 24-കാരി. ഗ്രീഷ്മയുടെ ജയിൽ ജീവിത വിശേഷങ്ങളാണ് പോലീസ് പട്രോളിൽ ആദ്യം. സ്വാഗതം. കേരളത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയാണ് ഗ്രീഷ്മ. അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ ഗ്രീഷ്മയ്ക്ക് കൂട്ട് 3 കൊലപ്പുള്ളികളും പോക്സോ കേസ് പ്രതിയുമാണ്. ജയിലിലെ പ്രധാന ഹോബിയാകട്ടെ ചിത്രരചനയും. തൂക്കുകയർ വിധിക്കപ്പെട്ടിട്ടും ഗ്രീഷ്മയ്ക്ക് യാതൊരു കുലുക്കവുമില്ലെന്നാണ് ജയിൽ ഉദ്യോഗസ്ഥരുടെ സാക്ഷ്യപ്പെടുത്തൽ. വിധിയുടെ പകർപ്പ് ലഭിച്ചാൽ 1 മാസത്തിനകം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാം. അപ്പീലിൽ വധശിക്ഷ ഇളവ് ചെയ്യുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഗ്രീഷ്മയും കുടുംബവും. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ ഈ വർഷം എത്തുന്ന 1-ാം നമ്പർ പ്രതിയാണ് ഗ്രീഷ്മ. ജയിൽ നമ്പർ 1C/2025. 5 പേരുടെ സെല്ലിലാണ് ഗ്രീഷ്മയെ പാർപ്പിച്ചിരിക്കുന്നത്. 3 കൊലപ്പുള്ളികളും ഒരു പോക്സോ കേസ് പ്രതിയുമാണ് ഗ്രീഷ്മയ്ക്കൊപ്പം സെല്ലിലുള്ളതെന്നാണ് വിവരം. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുമ്പോഴും ഗ്രീഷ്മയുടെ മുഖത്ത് അല്പം പോലും കുറ്റബോധമോ പശ്ചാത്താപമോ ഇല്ലെന്ന് ജയിൽ അധികൃതർ വ്യക്തമാക്കുന്നു. ഇപ്പോഴത്തെ ശിക്ഷാവിധി തന്റെ ജീവിതം അവസാനിപ്പിക്കില്ലെന്ന ബോധ്യത്തോടെയാണ് ഗ്രീഷ്മയുടെ ജയിൽവാസം. വൈകാതെ ജാമ്യം നേടി പുറത്തിറങ്ങുമെന്ന പ്രതീക്ഷ ഗ്രീഷ്മ ചിലരോട് പങ്കുവച്ചിട്ടുമുണ്ട്. ശിക്ഷാവിധി വന്നു കഴിഞ്ഞുള്ള ആദ്യ ദിവസങ്ങളായതിനാൽ പ്രത്യേക ജോലിയൊന്നും ഗ്രീഷ്മയ്ക്ക് നൽകിയിട്ടില്ല. ജയിൽ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലാണ് പ്രതി. അറസ്റ്റിലായ ശേഷം ഒരു തവണ പോലും ഗ്രീഷ്മ കരയുകയോ കുറ്റബോധം പ്രകടിപ്പിക്കുകയോ ചെയ്യുന്നത് ആരും കണ്ടിട്ടില്ല. കഴിഞ്ഞ തിങ്കളാഴ്ച നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചതിന് പിന്നാലെയാണ് ഗ്രീഷ്മയെ വീണ്ടും അട്ടക്കുളങ്ങര ജയിലിലെത്തിച്ചത്. ബുധനാഴ്ച ഗ്രീഷ്മയുടെ അച്ഛനും അമ്മയും ജയിലിലെത്തി വസ്ത്രങ്ങൾ കൈമാറിയിരുന്നു. ഗ്രീഷ്മയോട് സംസാരിക്കുന്നതിനിടെ അച്ഛനും അമ്മയും പലതവണ വിതുമ്പിയെങ്കിലും ഗ്രീഷ്മയ്ക്ക് കൂസലില്ലായിരുന്നു. നേരത്തെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ ഒറ്റയ്ക്കാണ് പാർപ്പിച്ചിരുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച സുപ്രീം കോടതി വിധിക്ക് ശേഷം വിവിധ കോടതികൾ അപ്പീൽ തള്ളുകയും രാഷ്ട്രപതി ദയാഹർജി പരിഗണിക്കാതിരിക്കുകയും ചെയ്താൽ മാത്രമാണ് വധശിക്ഷ വിധിക്കപ്പെട്ട പ്രതികളെ ഇപ്പോൾ ഒറ്റയ്ക്ക് ഒരു സെല്ലിലേക്ക് മാറ്റുന്നത്. റിമാൻഡ് തടവുകാരിയായി 1.5 വർഷത്തോളം അട്ടക്കുളങ്ങര ജയിലിൽ കഴിഞ്ഞതിനാൽ പല തടവുകാരെയും ഗ്രീഷ്മയ്ക്ക് പരിചയമുണ്ട്. ജയിലിലെ ജോലികളും ഇനി ഗ്രീഷ്മ ചെയ്യേണ്ടി വരും. ഭക്ഷണശാല, കരകൗശല യൂണിറ്റ് എന്നിവിടങ്ങളിലോ തയ്യൽ ജോലിയോ പ്രതിക്ക് തെരഞ്ഞെടുക്കാം. പ്രതിയുടെ താല്പര്യം കൂടി ചോദിച്ച് മനസ്സിലാക്കിയാവും ജോലി തീരുമാനിക്കുക. പതിവ് ഹോബിയായ ചിത്രരചനയാണ് ജയിലിനുള്ളിൽ കൂടുതൽ സമയവും ഗ്രീഷ്മ ചെയ്യുന്നത്. ഇപ്പോൾ ഏറെ സമയവും സെല്ലിനുള്ളിൽ തന്നെയാണ് പ്രതി കഴിയുന്നത്. ജയിലിലെ ഫാർമസിയിൽ നിന്നും ശരീരവേദനയ്ക്കുള്ള മരുന്നിടയ്ക്ക് ഗ്രീഷ്മ വാങ്ങിയിരുന്നു. വിചാരണ തടവുകാരിയായി കഴിയുമ്പോഴുള്ള അതേ മാനസികാവസ്ഥയിൽ തന്നെയാണ് പ്രതിയെന്നാണ് വിവരം. അന്ന് പാട്ടും ഡാൻസുമായി ഏത് കലാപരിപാടിയിലും ഗ്രീഷ്മയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. മുടി പലതരത്തിൽ പിന്നിയിട്ടും പാട്ടുമൂളിയുമൊക്കെ സന്തോഷവതിയായാണ് ഗ്രീഷ്മയെ എപ്പോഴും കണ്ടിരുന്നതെന്ന് ജയിലിൽ ഒപ്പമുണ്ടായിരുന്ന ചിലർ വ്യക്തമാക്കിയിരുന്നു. സഹതടവുകാരുടെ പരാതിയെ തുടർന്ന് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ മാവേലിക്കര വനിതാ സ്പെഷ്യൽ ജയിലിലേക്ക് ഗ്രീഷ്മയെ മാറ്റുകയുണ്ടായി. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതിനാൽ തന്നെ മേൽക്കോടതികൾ അപ്പീൽ പരിഗണിക്കുന്നതുവരെ ഗ്രീഷ്മയ്ക്ക് അവധിയോ പരോളോ ലഭിക്കില്ല. വിധിയുടെ പകർപ്പ് ലഭിച്ചാൽ 1 മാസത്തിനകം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാം. എന്നാൽ സാധാരണഗതിയിൽ ഏതാനും വർഷങ്ങൾക്കകമേ ഇത്തരം ഹർജികൾ പരിഗണിക്കാറുള്ളൂ. വധശിക്ഷ ഹൈക്കോടതി ശരിവെച്ചാൽ പ്രതിക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം. മേൽക്കോടതി ഗ്രീഷ്മയുടെ വധശിക്ഷ ഇളവ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് പല നിയമവിദഗ്ധരും വിധിക്ക് ശേഷം പങ്കുവച്ചത്. ഈ പ്രതീക്ഷ തന്നെയാവാം ഗ്രീഷ്മയുടെയും കൂസലില്ലായ്മയ്ക്ക് കാരണം. ഒക്ടോബർ 14 ഗ്രീഷ്മ തന്റെ കാമുകനായിരുന്ന ഷാരോൺ രാജിന് കഷായത്തിൽ
കളനാശിനി കലർത്തി കൊടുത്തത്. ഗുരുതരമായ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഷാരോൺ 11 ദിവസത്തെ ആശുപത്രി വാസത്തിനൊടുവിൽ ഒക്ടോബർ 25-ന് മരണത്തിന് കീഴടങ്ങി. അതിനു മുമ്പും പലതവണ ഷാരോണിന്റെ ജീവനെടുക്കാൻ ഗ്രീഷ്മ ശ്രമിച്ചിരുന്നു. അസ്വാഭാവിക മരണമെന്നു പറഞ്ഞ് എഴുതിത്തള്ളുമായിരുന്ന കേസിന്റെ ചുരുളഴിഞ്ഞപ്പോൾ കേരളത്തെ നടുക്കിയ കൊലപാതകമായി ഷാരോൺ കൊലക്കേസ് മാറി. ഷാരോണിനെ എന്തിനാണ് കൊന്നതെന്ന ചോദ്യത്തിന് ഗ്രീഷ്മ പറഞ്ഞ വാക്കുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ഓർത്തെടുക്കുന്നുണ്ട്. ഒഴിവാക്കാൻ പറഞ്ഞിട്ട് പോകുന്നില്ല, പിന്നെ കൊല്ലുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. ശിക്ഷ കിട്ടുമെന്നറിയാം, കൂടിപ്പോയാൽ ജീവപര്യന്തം. അപ്പോൾ 38 വയസ്സൊക്കെയാകുമ്പോൾ ജയിലിൽ നിന്നിറങ്ങാം, അത് കഴിഞ്ഞ് ജീവിച്ചോളാം. അതായിരുന്നു അന്ന് ഗ്രീഷ്മയുടെ മറുപടി. തൂക്കുകയർ വിധിച്ചിട്ടും ആ കൂസലില്ലായ്മയ്ക്ക് യാതൊരു മാറ്റവുമില്ല. എന്താകും ഈ കേസിന്റെ ബാക്കി പത്രം? അത് കാത്തിരുന്നു കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കഠിനംകുളം ആതിര കൊലക്കേസ് പ്രതി ജോൺസൺ ഔസേപ്പിനെ വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ജോൺസനെ ഡിസ്ചാർജ് ചെയ്യാത്തതിനാൽ അന്വേഷണ സംഘത്തിന്റെ തുടർ നടപടികളും വൈകുകയാണ്. ശരീരത്തിലെ വിഷാംശം സംബന്ധിച്ച ശാസ്ത്രീയ പരിശോധനാ ഫലം വന്നതിന് ശേഷമേ പ്രതിയെ ഡിസ്ചാർജ് ചെയ്യൂവെന്നാണ് സൂചന. നാളെ ഡിസ്ചാർജ് ഉണ്ടാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. ചൊവ്വാഴ്ചയാണ് കഠിനംകുളത്തെ താമസ സ്ഥലത്ത് 30-കാരിയായ ആതിരയെ കഴുത്തിൽ കുത്തേറ്റ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടത്. പ്രതിയെക്കുറിച്ച് സംഭവ ദിവസം തന്നെ പോലീസിന് സൂചന കിട്ടിയിരുന്നു. ആതിരയുമായി ഇൻസ്റ്റഗ്രാം വഴി സൗഹൃദത്തിലായ കൊല്ലം സ്വദേശി ജോൺസൺ ഔസേപ്പ് ചിങ്ങവനത്ത് നിന്ന് പിടിയിലായി. എന്നാൽ പോലീസ് പിടികൂടുമെന്നുറപ്പായപ്പോൾ എലിവിഷം കഴിച്ച പ്രതിയെ അന്ന് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതിയുടെ ശരീരത്തിലെ വിഷാംശം സംബന്ധിച്ച ശാസ്ത്രീയ പരിശോധനാ ഫലം വന്നതിനു ശേഷമേ ജോൺസനെ ഡിസ്ചാർജ് ചെയ്യൂ എന്നാണ് സൂചന. ഇതിനുശേഷമേ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യാനും തെളിവെടുക്കാനും സാധിക്കൂ. തിങ്കളാഴ്ചയോടെ ജോൺസനെ ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് കരുതുന്നത്. നിലവിൽ ശക്തമായ പോലീസ് നിരീക്ഷണത്തിലാണ് പ്രതി. ലൈംഗിക ബന്ധത്തിനിടെയാണ് ആതിരയെ കൊന്നതെന്നാണ് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പ്രതി പോലീസിന് നൽകിയ മൊഴി. കൊലപാതകത്തിന് പിന്നാലെ ജീവനൊടുക്കാൻ ആലോചിച്ചിരുന്നെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു. ആത്മഹത്യാ ശ്രമം പരാജയപ്പെട്ടാൽ നാട്ടുകാരുടെ മർദ്ദനമേൽക്കേണ്ടി വരുമെന്ന് കരുതിയാണ് അങ്ങനെ ചെയ്യാതിരുന്നതെന്നും ജോൺസൺ വെളിപ്പെടുത്തിയിരുന്നു. 1 വർഷത്തോളമായി ആതിരയുമായി ജോൺസൺ അടുപ്പമുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ റീലുകൾ പങ്കുവെച്ചാണ് ഇവരുടെ സൗഹൃദം ആരംഭിച്ചത്. പിന്നീട് പ്രണയത്തിലേക്ക് വഴിമാറി. ഭർത്താവും 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനുമുള്ള ആതിരയോട് ഒപ്പം വരാൻ ജോൺസൺ നിർബന്ധിച്ചു. എതിർത്തപ്പോൾ ഭീഷണിപ്പെടുത്തി ആതിരയിൽ നിന്ന് പലതവണ പണം വാങ്ങി. തുടർന്നായിരുന്നു കൊലപാതകം. ന്യൂസ് 18 കഴക്കൂട്ടം. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം വർദ്ധിച്ചതോടെ കേരളത്തിൽ കുറ്റകൃത്യങ്ങളുടെ നിരക്കും ഏറെ വർദ്ധിക്കുകയാണ്. കണ്ണൂർ താണയിലെ വാടക ക്വാർട്ടേഴ്സിന് സമീപം ഇതര സംസ്ഥാന തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. സഹപ്രവർത്തകരായ 2 പേരെ കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തു. അസം സ്വദേശികളായ സെയ്ദുൽ ഇസ്ലാം, ഇനാമുൽ ഹുസൈൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ബംഗാൾ സ്വദേശി പ്രസൻജിത്ത് പോളിനെ കൊലപ്പെടുത്തിയ കേസിലാണ് അറസ്റ്റ്. വെള്ളിയാഴ്ച രാവിലെ 8ഓടെയാണ് താണ വാട്ടർ അതോറിറ്റി ഓഫീസിന് എതിർവശത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിന്റെ ഏണിപ്പടിക്ക് സമീപം വീണുകിടക്കുന്ന നിലയിൽ ഇയാളെ കണ്ടത്. മൂക്കിൽ നിന്ന് ചോര വാർന്ന നിലയിൽ ബോധരഹിതനായി കണ്ട പ്രസൻജിത്തിനെ നാട്ടുകാർ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. തലേദിവസം രാത്രി പ്രസൻജിത്തും ക്വാർട്ടേഴ്സിലെ താമസക്കാരും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നതായി പോലീസ് ചോദ്യം ചെയ്യലിൽ വ്യക്തമായി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. അസം സ്വദേശികളായ സെയ്ദുൽ ഇസ്ലാം, ഇനാമുൽ ഹുസൈൻ എന്നിവരെയാണ് കണ്ണൂർ ടൗൺ CI ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. വാക്കു തർക്കത്തെ തുടർന്നാണ് കൊലപാതകം. പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. ന്യൂസ് 18 കണ്ണൂർ. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ അതിക്രമങ്ങൾ വർദ്ധിക്കാൻ പ്രധാന കാരണം അമിതമായ ലഹരി ഉപയോഗമാണ്. ഇടുക്കി പൂപ്പാറയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി. 23-കാരനായ ഈശ്വറാണ് കൊല്ലപ്പെട്ടത്. പ്രതി മധ്യപ്രദേശ് സ്വദേശി പ്രേം സിംഗിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു.
മദ്യലഹരിയിൽ ഇരുവരും തമ്മിലുണ്ടായ വഴക്കിനെ തുടർന്നായിരുന്നു കൊലപാതകം. ഇരുപത്തിമൂന്നുകാരനായ ഈശ്വർ കൊല്ലപ്പെട്ട കേസിലാണ് മധ്യപ്രദേശ് സ്വദേശി പ്രേം സിംഗിനെ പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് ഇരുവരും തമ്മിൽ വഴക്കുണ്ടായത്. തലക്കടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റ ഈശ്വറിനെ തമിഴ്നാട് തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന വഴി ബോഡിനായ്ക്കനൂരിൽ വെച്ച് മരണം സംഭവിക്കുകയായിരുന്നു. ശാന്തൻപാറ പോലീസാണ് കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പൂപ്പാറ തലക്കുളത്തെ തോട്ടത്തിൽ ജോലിക്കാരായിരുന്നു ഇരുവരും. മദ്യലഹരിയിൽ ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 ഇടുക്കി. മലപ്പുറം അരീക്കോട് മാനസിക പ്രശ്നങ്ങളുള്ള യുവതിയെ വിവിധ ലോഡ്ജുകളിൽ കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്തതായി പരാതി. സംഭവത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചങ്ങണച്ചാലിൽ മുഹമ്മദ് പറമ്പാടൻ, മേലെത്തൊടിയിൽ പൂന്തല ഷമീർ എന്നിവരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത്. യുവതിയുടെ അയൽവാസിയും അകന്ന ബന്ധുക്കളുമടക്കം 8 പേർക്കെതിരെയാണ് പരാതി. കൂട്ടബലാത്സംഗ കേസിൽ അരീക്കോട് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ പ്രതികളായ ഇവർ ഒളിവിൽ കഴിയുകയായിരുന്നു. കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് മുഹമ്മദ് പറമ്പാടൻ, പൂന്തല ഷമീർ എന്നിവരെ അറസ്റ്റ് ചെയ്തത്. മഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ ഫെബ്രുവരി 7 വരെ റിമാൻഡ് ചെയ്തു. യുവതിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയതിന് അയൽവാസിയും അകന്ന ബന്ധുക്കളുമടക്കം 8 പേർക്കെതിരെയാണ് പരാതി. സംഭവത്തിൽ 3 എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും പീഡനത്തിനിരയാക്കി യുവതിയുടെ 15 പവൻ സ്വർണം പ്രതികൾ കവർന്നതായും പരാതിയുണ്ട്. മുഖ്യപ്രതി യുവതിയെ പലർക്കായി കൈമാറിയെന്നാണ് പരാതിയിലുള്ളത്. കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. മാനസിക വെല്ലുവിളി തിരിച്ചറിഞ്ഞാണ് യുവതിയെ പ്രതികൾ ചൂഷണം ചെയ്തതെന്ന് കുടുംബം പറയുന്നു. പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ സമ്മർദ്ദം ചെലുത്തിയതായും കുടുംബം വ്യക്തമാക്കി. ന്യൂസ് 18 തിരൂർ. ബോളിവുഡ് നടൻ സൈഫ് അലി ഖാൻ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ തുടക്കം മുതൽ ദുരൂഹതകൾ നിലനിൽക്കുകയാണ്. ആക്രമണ വിവരങ്ങളുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളും ഉയർന്നു. കേസിൽ വീണ്ടും വലിയൊരു വഴിത്തിരിവുണ്ടായത് അന്വേഷണം പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് കണ്ടെത്തിയ വിരലടയാളങ്ങളിൽ ഒന്നുപോലും പ്രതിയുടേതല്ലെന്നാണ് റിപ്പോർട്ട്. സംസ്ഥാന ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വകുപ്പിന്റെ കീഴിലുള്ള ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലാണ് പരിശോധനകൾ നടത്തിയത്. സെയ്ഫ് അലി ഖാന്റെ വീട്ടിൽ നിന്ന് ഫോറൻസിക് വിഭാഗം കണ്ടെത്തിയ 19 വിരലടയാളങ്ങളിൽ ഒന്നുപോലും പ്രതിയുടേതല്ലെന്നാണ് വിവരം. സംസ്ഥാന ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലാണ് പരിശോധന നടത്തിയത്. വിരലടയാളം പ്രതി ഷരീഫുൾ ഇസ്ലാമിന്റേതല്ലെന്ന് അന്വേഷണ സംഘത്തെ അറിയിച്ചതായി അധികൃതർ വ്യക്തമാക്കി. തുടർ പരിശോധനകൾക്കായി കൂടുതൽ വിരലടയാളങ്ങൾ അയച്ചു കൊടുത്തിരിക്കുകയാണ് അന്വേഷണ സംഘം. അറസ്റ്റിലായ ബംഗ്ലാദേശ് പൗരൻ ഷരീഫുൾ കേസിലെ യഥാർത്ഥ പ്രതിയല്ലെന്ന് പിതാവ് റോഹുൽ അമീൻ പറഞ്ഞിരുന്നു. CCTV ദൃശ്യങ്ങളിലുള്ളത് ഷരീഫുൾ അല്ലെന്നും മകനെതിരെ പോലീസ് വ്യാജ തെളിവുണ്ടാക്കിയെന്നുമാണ് പിതാവിന്റെ ആരോപണം. പതിനാറിന് പുലർച്ചെയാണ് ബാന്ദ്രയിലെ വസതിയിൽ സെയ്ഫ് അലി ഖാൻ ആക്രമിക്കപ്പെട്ടത്. നടന് 6 തവണ കുത്തേൽക്കുകയും കത്തിമുറിഞ്ഞ് ശരീരത്തിൽ തറയ്ക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ബംഗ്ലാദേശ് പൗരൻ ഷരീഫുൾ ഇസ്ലാമിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ 1-ലധികം ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സംശയിക്കുന്നതായി പോലീസ് കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. റിമാൻഡ് അപേക്ഷയിലാണ് പോലീസ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. നെയ്യാറ്റിൻകര വഴിമുക്കിൽ യുവാവിനെ മർദ്ദിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസിനെ തടഞ്ഞ് SDPI പ്രവർത്തകർ. സംഘർഷാവസ്ഥയ്ക്കൊടുവിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജയേഷ് എന്ന യുവാവിനെ മർദ്ദിച്ച കേസിലെ പ്രതി ബാലരാമപുരം സ്വദേശി റാഷിദിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇനി 4 പ്രതികളെ കൂടി കേസിൽ പിടികൂടാനുണ്ട്. പോലീസിനെ തടഞ്ഞതിനും ആക്രമിക്കാൻ ശ്രമിച്ചതിനും കണ്ടാലറിയാവുന്നവർക്കെതിരെയും കേസെടുത്തു. കഴിഞ്ഞ 19-നാണ് RC സ്ട്രീറ്റ് സ്വദേശിയായ ജയേഷിന് മർദ്ദനമേറ്റത്. കേസിലെ പ്രതി ബാലരാമപുരം സ്വദേശി റാഷിദിനെ
പുലർച്ചെ നെയ്യാറ്റിങ്കര പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. റാഷിദിനെ കസ്റ്റഡിയിലെടുത്ത ഉടൻ സംഘടിച്ചെത്തിയ SDPA പ്രവർത്തകർ പോലീസിന് നേരെ തിരിഞ്ഞത് ഏറെ നേരം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. റാഷിദിനെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രവർത്തകർ സംഘടിച്ചത്. എന്നാൽ കൂടുതൽ പോലീസ് എത്തി പ്രതിയെ സ്റ്റേഷനിലേക്ക് മാറ്റി. കൃത്യനിർവഹണം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതിനും പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചതിനും ഉൾപ്പെടെ കണ്ടാലറിയാവുന്നവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജയേഷിനെ ആക്രമിച്ച കേസിൽ ഇനി 4 പ്രതികളെ കൂടി പിടികൂടാനുണ്ടെന്ന് നെയ്യാറ്റിങ്കര പോലീസ് പറഞ്ഞു. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 നെയ്യാറ്റിങ്കര. നെയ്യാറ്റിൻകരയിലെ സമാധി വിവാദം പോലീസിനെയും ജില്ലാ ഭരണകൂടത്തെയും ഒക്കെ ഏറെ പ്രതിസന്ധിയിലാക്കിയതാണ്. വിവാദത്തിൽ ഒടുവിൽ മൗനം വെടിഞ്ഞിരിക്കുകയാണ് ജില്ലാ ഭരണകൂടം. പരാതി ഉയർന്നതുകൊണ്ട് മാത്രമാണ് സമാധി സ്ഥലം പൊളിച്ചു പരിശോധിച്ചതെന്ന് ജില്ലാ കളക്ടർ അനുകുമാരി ന്യൂസ് 18 പറഞ്ഞു. കേരളത്തെ ഞെട്ടിച്ച ഗോപൻ സ്വാമി സമാധി വിവാദത്തിൽ നിർണായകമായ ഇടപെടൽ നടത്തി പ്രശ്നപരിഹാരത്തിന് നേതൃത്വം നൽകിയ തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരിയും സബ് കളക്ടർ OV ആൽഫ്രഡും എന്നോടൊപ്പം ചേരുകയാണ്. മാഡം, കേരളത്തിൽ സമീപകാലത്തൊന്നും ഇങ്ങനെയൊരു വിവാദം, ഒരാളുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു വിവാദം ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ അതിൻ്റെ അകത്തൊരു കമ്മ്യൂണൽ എലമെന്റ്സ് ഒക്കെ കടന്നു വരുന്ന സാഹചര്യമുണ്ടായി. വളരെ അവധാനത്തോടെയായിരുന്നു കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത്. അവിടെ എത്രമാത്രം ജാഗ്രതയോടെയായിരുന്നു ജില്ലാ ഭരണകൂടത്തിന്റെ നീക്കങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി? സോ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ ആയിരുന്നു. ഒരു അൺനാച്ചുറൽ ഡെത്ത് എന്ന രീതിയായിട്ട് നമുക്ക് പോലീസിന്റെ റിപ്പോർട്ട് കിട്ടിയായിരുന്നു. അതിനുശേഷം അതിന്റെ അന്വേഷണത്തിന് ചുമതല നമ്മുടെ സബ് കളക്ടർ OV ആൽഫ്രഡിനെ കൊടുത്തിരുന്നു. കൂടാതെ പോലീസ് അടുത്ത് കൃത്യമായിട്ട് കോർഡിനേറ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ എല്ലാ നടപടി എടുത്തു. ആദ്യം പ്രാവശ്യം പോയപ്പോൾ എല്ലാവർക്കും അറിയാം, ചില ലോക്കൽ പ്രൊട്ടസ്റ്റ് പോലെ ആയിരുന്നു. ആൾക്കാരിനെ കുറച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നു. കുറച്ച് ആൾക്കാരിനെ അത് സംഭവം പ്രശ്നമല്ല, അതുകൊണ്ട് നമുക്കത് ഡിസെന്റർ ചെയ്യാനുള്ള ആവശ്യമില്ല ആയിരുന്നു അവരുടെ ചിന്താഗതി. കുറച്ച് ആൾക്കാരിനെ അതിൽ സംശയമുണ്ട്, എന്തിനെ ആൾക്കാരിനെ കാണിച്ചില്ല ബോഡി, അതൊക്കെ സംശയങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല ദിസ് വാസ് എ കേസ് ഓഫ് അൺനാച്ചുറൽ ഡെത്ത്. മാത്രമല്ല പിന്നീട് കോടതി കൂടി സഹായിച്ചു. കോടതി പറഞ്ഞു നമുക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ പ്രോപ്പർ അന്വേഷണം ചെയ്തിട്ട് സത്യം എന്താണ് എന്ന് അറിയാനുള്ള നമുക്ക് ആവശ്യമുണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടലിന് വേണ്ടി വെയിറ്റ് ചെയ്തതാണ് ഈ പ്രശ്നം ഇങ്ങനൊരു രമ്യമായി പരിഹരിക്കില്ല. അത് തീരെയല്ല. ആദ്യം പ്രാവശ്യം അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ കുറച്ച് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ആക്കാനുള്ള സാധ്യത നോക്കിയിട്ട് അതിലേക്ക് പോകാനുള്ള ആഗ്രഹം ഇല്ലായിരുന്നു. സമാധാനമായിട്ട് ശാന്തതായിട്ട് നമുക്ക് പൂർണ്ണ കാര്യം ചെയ്യണം എന്ന ഉദ്ദേശം മാത്രമുണ്ടായിരുന്നു. അതുകൊണ്ട് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി ആൻഡ് ലോക്കൽ ഇഷ്യൂ ആക്കാതെ രീതിയായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ ആ ദിവസം നിർത്തി തിരിച്ചു വന്നു. പിന്നീട് കൃത്യമായിട്ട് അത് പ്ലാൻ ചെയ്തിട്ട് സമാധാനമായിട്ട് 2-3 ദിവസ ശേഷം നമുക്കത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റി. സോ നമ്മുടെ സബ് കളക്ടർ അത് വളരെ ഗൗരവത്തോടെ എഫിഷ്യന്റ് ആയിട്ട് അത് നേതൃത്വം നൽകി. അദ്ദേഹം പക്ഷേ ഇതുവരെ ഞങ്ങളോട് ആരോടും മനസ്സ് തുറക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് മേഡത്തോട് ഒരിക്കൽ കൂടി ചോദിക്കുന്നത്, ഈ പ്രശ്നം ഇങ്ങനെ ഒരു പരിഹാരത്തിലേക്ക് എത്തുമ്പോൾ ഈ പ്രതിഷേധവുമായി വന്നവരെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? അതായത് ഇത് ഈ പൊളിക്കാതെ നിവൃത്തിയില്ല എന്ന കാര്യം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നടത്തിയ നീക്കം എന്തായാലും? അതിൽ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്തിരുന്നു. സബ് കളക്ടർ പോലീസ് ആൾക്കാരടുത്ത് സംസാരിച്ചിട്ട് അവർക്ക് കൃത്യമായിട്ട് ധാരണ കൊടുത്തു. രണ്ടാമത്തെ കാര്യം, കോടതിയുടെ ഉത്തരം വന്നതിന് ശേഷം ആൾക്കാരുടെ പ്രൊട്ടസ്റ്റ് സംശയം അത് താഴെ പോയി. സോ 2 കാര്യങ്ങൾ നമുക്ക് സഹായിച്ചു. വളരെയധികം നന്ദി പ്രതികരണത്തിൽ. എന്തായാലും കേരളത്തെ വലിയ തരത്തിൽ ചർച്ചകൾക്ക് വഴിവെച്ച ഗോപൻ സ്വാമി സമാധിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കൊടുവിലാണ് ആദ്യമായി ജില്ലാ കളക്ടറും സബ് കളക്ടറും ഈ വിഷയത്തിൽ എന്താണ് ജില്ലാ ഭരണകൂടം സ്വീകരിച്ച നിലപാടെന്ന് മനസ്സ് തുറന്നിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും അവരെടുത്ത തീരുമാനം വലിയ തരത്തിൽ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. അപകടങ്ങളും മരണവുമൊക്കെ ഉണ്ടാകുമ്പോഴും മോഷണം നടത്തുന്ന ചിലരുണ്ട്. അങ്ങനെ ഒരാളാണ് ബാലരാമപുരം സ്വദേശി സുരേന്ദ്രൻ. ബാലരാമപുരത്ത് അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ നിന്നും റേഡിയേറ്റർ മോഷ്ടിച്ചതിനാണ് സുരേന്ദ്രനെ പോലീസ് പിടികൂടിയത്. ഇയാളിൽ നിന്ന് മോഷണ വസ്തുവും കണ്ടെത്തി.
അപകടത്തിൽപ്പെട്ട് കിടന്ന കാറിൽ നിന്നും റേഡിയേറ്റർ മോഷ്ടിച്ച ബാലരാമപുരം സ്വദേശി സുരേന്ദ്രനാണ് പിടിയിലായത്. ഇയാളുടെ പക്കൽ നിന്ന് കാറിന്റെ റേഡിയേറ്റർ പോലീസ് കണ്ടെത്തി. കഴിഞ്ഞ ദിവസം രാത്രി ബാലരാമപുരത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ കാറിടിച്ചായിരുന്നു അപകടം. അപകടത്തിൽ മാരായിമുട്ടം സ്വദേശി സ്റ്റാലിൻ മരിക്കുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പ്രദേശത്ത് പാഴ്വസ്തുക്കൾ ശേഖരിച്ച് വിൽപ്പന നടത്തുന്ന ആളാണ് സുരേന്ദ്രനെന്ന് പോലീസ് പറയുന്നു. ബാലരാമപുരം സ്റ്റേഷനിൽ സൂക്ഷിച്ചിട്ടുള്ള റേഡിയേറ്റർ കാർ ഉടമ എത്തുന്ന മുറയ്ക്ക് തിരികെ നൽകും. സുരേന്ദ്രന് ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരുന്നു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. വീട്ടിൽ മോഷണം നടന്നിട്ട് 4 ദിവസം പിന്നിടുമ്പോഴും വീടിനുള്ളിൽ പ്രവേശിക്കാൻ കഴിയാതെ നിസ്സഹായനായി ഒരു ഗൃഹനാഥൻ. ഫോറൻസിക് സംഘം എത്തി പരിശോധനയ്ക്ക് ശേഷം മാത്രമേ വീട്ടിൽ പ്രവേശിച്ചാൽ മതിയെന്നാണ് പോലീസ് നിർദ്ദേശം. പാറശാല പരശുവയ്ക്കൽ സ്വദേശി സതീശനാണ് പോലീസ് നിലപാട് മൂലം വലയുന്നത്. കഴിഞ്ഞ 22-ാം തീയതി രാത്രിയാണ് പരശുവക്കിൽ സ്വദേശി സതീശന്റെ വീട് കുത്തിത്തുറന്ന് മോഷണം നടന്നത്. ഭാര്യ മരിച്ചതോടെ കഴിഞ്ഞ 4 മാസമായി തമിഴ്നാട്ടിലെ ജോലിസ്ഥലത്ത് തന്നെയാണ് സതീശന്റെ താമസം. മോഷണം നടന്നുവെന്ന് ബന്ധുക്കൾ അറിയിച്ചതോടെയാണ് സതീശൻ തിരിച്ചെത്തിയത്. തുടർന്ന് പാറശാല പോലീസിൽ പരാതി നൽകുകയായിരുന്നു. മേശയും അലമാരയും എല്ലാം കുത്തിത്തുറന്ന് നശിപ്പിച്ച നിലയിലായിരുന്നു. ഇനി ഫോറൻസിക് സംഘം എത്തി പരിശോധന നടത്തിയതിനു ശേഷം മാത്രം വീട്ടിൽ കയറിയാൽ മതിയെന്ന് പറഞ്ഞ് പാറശാല പോലീസ് മടങ്ങുകയായിരുന്നു. അന്നു മുതൽ ഫോറൻസിക് സംഘത്തെ കാത്തിരിക്കുകയാണ് സതീശൻ. ഞാൻ 22-ാം തീയതി വർക്ക് കഴിഞ്ഞ് 23-ാം തീയതി ആയപ്പോൾ എൻ്റെ അളിയൻ്റെ ഒരു ഫോൺ വന്നു, ഇങ്ങനെ വീടിൻ്റെ വാതിലുകൾ തുറന്ന് കിടക്കുകയാണ്. പെട്ടെന്ന് എന്നെ വിളിച്ചു. ഞാൻ വീട്ടിലെത്തിയിട്ട് നോക്കിയപ്പം എല്ലാം കംപ്ലീറ്റ് വീട്ടിനകത്തുള്ള എല്ലാ ഡോറുകളും അലമാര മേശ എല്ലാം കുത്തിപ്പൊളിച്ചിട്ടിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ പാറശാല പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. അവിടെ നിന്ന് ഹർഷൻ സാറ് SI സാറ് വന്നു, എല്ലാം നോക്കി കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോയിട്ട് ഇനി അടുത്ത നടപടി എന്ന് പറയുന്നത് ഫോറൻസിക് വന്നിട്ട് അവർ അതിൻ്റെ വിരലടയാളങ്ങൾ വന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞു. ഇതുവരെയായിട്ടും അവരിവിടെ എത്തിയിട്ടുമില്ല. അതിനെക്കുറിച്ചുള്ള യാതൊരു നടപടിയും എടുത്തിട്ടില്ല. ജോലിസ്ഥലത്ത് നിന്ന് വന്നപ്പോൾ ധരിച്ചിരുന്ന വസ്ത്രം തന്നെയാണ് സതീശൻ ധരിക്കുന്നത്. മാറി ഉടുക്കാനുള്ള വസ്ത്രങ്ങൾ വീട്ടിനുള്ളിലായതിനാൽ അതും രക്ഷയില്ല. ഫോറൻസിക് സംഘം എത്തി നടപടികൾ പൂർത്തിയായാൽ മാത്രമേ സതീശന് ഇനി വീട് സ്വന്തമാകൂ. അതുവരെ പെരുവഴിയിൽ നിൽക്കേണ്ട അവസ്ഥയിലാണ് ഈ വയോധികൻ. ന്യൂസ് 18 തിരുവനന്തപുരം. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ഇനി ചുരുക്കത്തിൽ. അടൂരിൽ +2 വിദ്യാർത്ഥിനിയെ 9 പേർ പീഡിപ്പിച്ച കേസിൽ മന്ത്രവാദി അറസ്റ്റിൽ. 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പെൺകുട്ടിയെ പീഡിപ്പിച്ച ആദിക്കാട്ടുകുളങ്ങര സ്വദേശി ബദർ സമനാണ് നൂറനാട് പോലീസിന്റെ പിടിയിലായത്. ആലുവയിൽ കർണാടക സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയ 7-അംഗ സംഘം പിടിയിൽ. ഗോമയ്യ എന്നയാളെ കാറിൽ തട്ടിക്കൊണ്ടുപോയ പ്രതികളെയാണ് മണിക്കൂറുകൾക്കകം കസ്റ്റഡിയിലെടുത്തത്. മലപ്പുറത്ത് 10-ാം ക്ലാസ് വിദ്യാർത്ഥി തൂങ്ങി മരിച്ച നിലയിൽ. കൊണ്ടോട്ടി മേലങ്ങാടി സ്വദേശി നസീറിന്റെ മകൻ ഷാമിലാണ് മരിച്ചത്. ലൈംഗിക പീഡന പരാതിയിൽ കാസർഗോഡ് ഡിവൈഎഫ്ഐ നേതാവിനെതിരെ നടപടി. ഡിവൈഎഫ്ഐ തൃക്കരിപ്പൂർ ബ്ലോക്ക് സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗവുമായ സുജിത് കൊടക്കാടിനെ ഡിവൈഎഫ്ഐയിൽ നിന്ന് പുറത്താക്കി. CPM ജില്ലാ സെക്രട്ടറിക്ക് ലഭിച്ച പരാതിയെ തുടർന്ന് പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിലേക്ക് ഇയാളെ തരംതാഴ്ത്തിയിരുന്നു. സുജിത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ യുവതികൾ രംഗത്തെത്തിയിരുന്നു. ഈ വിഷയത്തിൽ പോലീസും നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർത്തിയാകുന്നു. നമസ്കാരം.